ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് കുറച്ചുള്ള എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാനാണ്. നമ്മുടെ ഈ ചീത്തായി കിടക്കുന്ന കിണറിലെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാനാണ് ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചുള്ള എക്സ്പെരിമെൻ്റാണ്. നമ്മൾ പാലിലൊക്കെ ഇട്ട് നോക്കും. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ സംഭവിക്കുകയോ ഇല്ലേ എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫേക്ക് ആണോ അല്ലേ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇതാ ആദ്യം നമ്മൾ ഇത് വെള്ളത്തിലിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ബീക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, പൊട്ടാസ്യം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ ഒരു വെള്ളത്തിലിട്ട് നോക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ചേ ഇടുന്നുള്ളൂ. അടിപൊളി, വേറെ ലെവലായിട്ടുണ്ട്. നമുക്ക് ശകലം കൂടെ ഇട്ട് നോക്കാം. ഈ ഒരു ഇത് കുറച്ചേ ആയുള്ളൂ, അപ്പോൾ നമുക്ക് ശകലം കൂടെ ഇട്ട് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലെന്ത് അടിപൊളിയാണെന്ന്. അപ്പോൾ ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലിട്ടാൽ സംഭവിക്കുന്നത്. ജസ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ കളറാവേ ഉള്ളൂ. ഈ ഒരു വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ. ഇനി നമുക്കിത് പാലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ പാലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതാ നല്ല സെറ്റായിട്ട് നമ്മുടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കവറിട്ട് കൊടുക്കുക. കഴിഞ്ഞ് ആ ഒരു കവറിൽ ശകലം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, എന്തോ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. നല്ല തിളച്ച് വരുന്ന പോലത്തെ ഒരു റിയാക്ഷനാണ് സംഭവിക്കുന്നത്. എന്തോ റിയാക്ഷൻ വരുന്നുണ്ട്. അടിപൊളി. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാതെ പൊങ്ങി വരുന്നുണ്ട്. പൊളി, അടിപൊളി. വേറെ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പുകയൊക്കെ വരുന്നുണ്ട്. ഇതെന്താണ് സാധനമൊന്നും മനസ്സിലായില്ല. നമ്മുടെ പാലൊന്നും കാണാനില്ല. ഇതെന്താണിത്? കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കറുത്ത കളറിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒന്ന് വീഴുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ച റിയാക്ഷൻ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ലേ. എന്തോ ഒരു റിയാക്ഷൻ മാത്രം നടക്കുന്നത് കണ്ടു.
അപ്പോൾ ഗൈസ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടു കാണും. ഇതാണ് വെള്ളത്തിലിട്ടപ്പോൾ ഉള്ളത്. ഇത് നല്ല ചൂടുണ്ട്. ഇതാണ് നമ്മുടെ പാലിലിട്ടപ്പോൾ സംഭവിച്ചത്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കൂടുതൽ നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഈ ഒരു ചെറിയൊരു പാക്കറ്റാണ്. അപ്പം നമ്മളിതിൽ കുറച്ചുകൂടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിരുന്നെങ്കിൽ ശകലം കൂടെ പൊങ്ങി വന്നതന്നെ. പക്ഷേ നല്ല ഒരു ചൂട് അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളത്തിലിട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു, പാലിലിട്ടപ്പോൾ നല്ല പൊങ്ങി വന്നു. അത്രയേ ഉള്ളൂ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടും. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചുള്ള വേറെ എക്സ്പെരിമെൻറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിട്ടിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.